പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതലുള്ള ചില വാക്യങ്ങൾ. യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവൻ എതിർപ്പെട്ടു. അകലം നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചു പറഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നൽകപ്പെട്ട വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, കർത്താവ് യെരുശലേമിലേക്കുള്ള യാത്ര മധ്യേ ആ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തതായ റോഡ് ശമര്യയ്ക്കും ഗലീലയ്ക്കും മധ്യത്തിലൂടെ അതിനെ 2 ദേശത്തെയും തമ്മിൽ വിഭജിച്ചു പോകുന്നതായ ഒരു നീളമുള്ള റോഡ്. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ റോഡിനൊരു പ്രത്യേകതയുണ്ട്. ഈ റോഡിൻ്റെ ഇടതുവശത്ത് ശമര്യ, വലത്തുവശത്ത് ഗലീല, 2 ദേശത്തെയും തമ്മിൽ വിഭജിക്കുന്ന ഒരു റോഡാണ് മധ്യഭാഗത്തൂടെ കടന്നു പോകുന്നത്. ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുന്നവർ, ഇടത്തുകൂടെ സഞ്ചരിക്കുന്നവർ, വലത്തുഭാഗത്ത് സഞ്ചരിക്കുന്നവരെ തമ്മിൽ നോക്കത്തില്ല, സംസാരിക്കാറില്ല, ഇടപെടാറില്ല. അവർ തമ്മിൽ ബിസിനസ്സുകളൊന്നുമില്ല, അവർ തമ്മിൽ ബന്ധങ്ങളൊന്നുമില്ല. ആചാരം കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും സംസാരം കൊണ്ടും ഭാഷ കൊണ്ടും ആരാധന കൊണ്ടും ചൊല്ലുകൊണ്ടും അർത്ഥങ്ങൾ കൊണ്ടും രാഗങ്ങൾ കൊണ്ടും സകലത്തിനും അവർ തമ്മിൽ വ്യത്യാസം, ശത്രുതയാണ്. അവർ തമ്മിൽ യാതൊരു വിധമായ യോജ്യമായിട്ടുള്ള നീക്കങ്ങളും ശമര്യക്കാരും യഹൂദന്മാർ അല്ലെങ്കിൽ പരീശന്മാരും അല്ലെങ്കിൽ യഹൂദന്മാരും തമ്മിലില്ല. എങ്കിലും കർത്താവിൻ്റെ സാമീപ്യം 2 പേർക്കും തുല്യമായി അനുഭവിക്കുവാൻ സാധ്യമാകത്തക്കവണ്ണം കർത്താവ് ഇരുപക്ഷത്തെയും ശത്രുക്കളെയും തമ്മിൽ യോജിപ്പിക്കുവാൻ തക്കവണ്ണം അവരുടെ മധ്യത്തിൽ കൂടെ കർത്താവ് നടന്നു പോവുകയാണ്. അങ്ങനെ പോകുകയിൽ 10 കുഷ്ഠരോഗികൾ കർത്താവിനെ എതിർപ്പെട്ടു. അവരിൽ 9 പേർ ഗലീലക്കാരാണ്, ഒരാൾ ശമര്യക്കാരനാണ്. നോക്കൂ, ആരോഗ്യമുള്ളവർ, സൗഖ്യമുള്ളവർ, നല്ല ജീവനത്തിൽ ഇരിക്കുന്നവരാരും തമ്മിൽ ബന്ധമില്ല. എന്നാൽ ഒരു കുഷ്ഠരോഗിയുടെ വിഷയത്തിൽ വന്നപ്പോൾ ഇവർക്ക് 2 കൂട്ടർക്കും കുഷ്ഠരോഗം ബാധിച്ചപ്പോൾ അവരുടെ താഴ്ചയിൽ അവർ ഒന്നായി, അവരുടെ രോഗത്തിൽ അവർ ഒന്നായി. മനുഷ്യരുടെ മുമ്പിൽ അവർക്ക് ചെന്നുകൂടുവാൻ കഴിയാത്തതായ അകൽച്ച അവർക്ക് ന്യായം വിധിച്ചപ്പോൾ അവരുടെ പുരോഹിതന്മാരും വീട്ടുകാരും ബന്ധക്കാരും സമൂഹത്തിൽ അടുത്തു വരാതെ വണ്ണം കുഷ്ഠരോഗികളെ പുറത്താക്കും. ന്യായപ്രമാണത്തിന് പ്രകാരം അങ്ങനെയാണ് ചട്ടം. അവർ പുറത്തു പോകണം, സമൂഹത്തിൽ ഒത്തുചേരുവാൻ പാടില്ല. മറ്റുള്ളവർ അല്ലെങ്കിൽ മാന്യരായിട്ട് കൂടുന്നവരടുത്ത് നിന്നും ഈ കുഷ്ഠരോഗികൾക്ക് അടുത്ത് വരുവാൻ പാടില്ല. പക്ഷെങ്കിൽ രോഗികളായ 10 പേർ, അവരിൽ ഒരാൾ ശമര്യക്കാരനാണെങ്കിലും രോഗാവസ്ഥയിൽ സമശിക്ഷയിൽ അനുഭവിക്കുന്ന സമയത്ത് അവർ തമ്മിലൊരു ബന്ധം, ഒരു സ്നേഹം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ സ്നേഹം എത്രത്തോളം നിലനിൽക്കും എന്ന് യേശു പരീക്ഷിക്കുവാൻ അവർ സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് സൗഖ്യം കൊടുക്കുന്നതിന് മുൻപ് അവരോട് പറഞ്ഞു, നിങ്ങൾ ചെന്ന് പുരോഹിതന് നിങ്ങളെ തന്നെ കാണിക്കുക. കാരണം പുരോഹിതൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, ക്ലിനിക്കൽ ടെസ്റ്റ് നടത്തണം, ഇവന് രോഗമില്ല എന്ന്. അവർ പോയി, കർത്താവ് പറഞ്ഞതായ വാക്കിനെ അനുസരിച്ച് പുരോഹിതൻ്റെ അടുത്ത് പോയി. പോകുമ്പോൾ തന്നെ ശമര്യക്കാരനിൽ സൗഖ്യം വന്നത് അവൻ തിരിച്ചറിഞ്ഞു. അവൻ വിശ്വാസത്താൽ സൗഖ്യം, അവൻ്റെ ത്വക്കിന്മേലുള്ളതായ വ്യത്യാസം അവൻ വിശ്വാസത്താൽ പ്രാപിച്ചു. എന്നാൽ 9 പേർ ക്ലിനിക്കൽ ടെസ്റ്റിന് വേണ്ടി പുരോഹിതൻ്റെ അടുത്ത് പോയി. സൗഖ്യമായിരിക്കുന്നു, അവർക്ക് കുഷ്ഠരോഗമില്ല എന്ന് ആ പുരോഹിതൻ പ്രഖ്യാപിച്ചപ്പോൾ അവരിൽ ശമര്യക്കാരൻ്റെ കൂടെ പിന്നെ അവർക്ക് നടക്കുന്നത് ആക്ഷേപമായി, പരിഹാസമായി. അവർ ഓടിക്കളഞ്ഞു. ശമര്യക്കാരനെ സൗഖ്യം വന്നപ്പോൾ വിട്ടുകളഞ്ഞു, രോഗം വന്നപ്പോൾ അവനോടുകൂടെ ചേർന്നു. അവൻ്റെ താഴ്ചയിലും അവൻ്റെ ബലഹീനതയിലും അവൻ്റെ ആവശ്യത്തിൻ്റെ മുഖത്തും അവൻ്റെ തിരസ്കരണത്തിലും അവനുമായിട്ട് കൂട്ടുകൂടി, അവനുമായിട്ട് ഒന്നിച്ച് ഭക്ഷിച്ചു. വൈരാഗ്യങ്ങളും ശത്രുതയും സകലതും മറന്ന് അവർ ഒരു കടത്തിണ്ണയിൽ കിടന്നു, ഒരു വഴിയരികിൽ ഭിക്ഷയാചിച്ചു. ഇപ്പോൾ സൗഖ്യം വന്നപ്പോൾ അവരുടെ യഥാർത്ഥ രൂപം വെളിപ്പെട്ടു. 9 പേർ ഓടിക്കളഞ്ഞു. എന്നാൽ വിശ്വാസത്താൽ സൗഖ്യം പ്രാപിച്ച ഒരു ശമര്യക്കാരൻ യേശുവിൻ്റെ അടുത്ത് മടങ്ങി വന്നു. കർത്താവ് ചോദിക്കുന്നതായ ചോദ്യം, ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ, 9 പേർ എവിടെ എന്ന് യേശു ചോദിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായ ചില ആലോചന, നമ്മുടെ താഴ്ചയിൽ നമ്മൾ ചിലപ്പോൾ ചിലരോടൊക്കെ
നമ്മൾ സ്നേഹബന്ധങ്ങളൊക്കെ പുലർത്തിയിരിക്കും. എന്നാൽ നമ്മുടെ ഉയർച്ച വരുമ്പോൾ, വിടുതൽ പ്രാപിക്കുമ്പോൾ നമ്മളിൽ യഥാർത്ഥമായ നമ്മുടെ ആ കുടികിടപ്പ് സ്വഭാവം നമ്മളെ വീണ്ടും വാഴുന്നു. ദൈവം വേണ്ടാത്തവരായി മാറും. നമ്മൾ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുമ്പോൾ മാന്യതയുള്ള കുടുംബത്തിലേക്ക് നമ്മൾ തിരികെ പോകുന്നു. നമ്മൾക്ക് വിടുതൽ തന്നത് ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അതിനുശേഷം വേറൊരു കാര്യം കർത്താവ് വെളിപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 9 പേരും തിരിച്ചു പോയതിനു ശേഷം ഒരാൾ കർത്താവിൻ്റെ അടുത്ത് വന്നപ്പോൾ അവനോട് കർത്താവ് പറയുകയാണ്, നീ ആശ്വാസത്തോടെ സമാധാനത്തോടെ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവർക്ക് സൗഖ്യം നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും അത് രക്ഷയായിരുന്നില്ല. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും അത്ഭുത രോഗശാന്തിയെക്കുറിച്ച് സാക്ഷിക്കുന്നവരും പ്രസംഗിക്കുന്നവരും കവലകളിലും മറ്റു പല കൺവെൻഷൻ സ്ഥലങ്ങളിലും പള്ളികളിലും അനേക പൊതുസ്ഥലങ്ങളിലുമൊക്കെ പോയി ദൈവം നമുക്ക് തന്ന വിടുതലിനെക്കുറിച്ച്, സൗഖ്യത്തെക്കുറിച്ച് പ്രസ്താവിക്കാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്, സാക്ഷീകരിക്കാറുണ്ട്, അനേകരോട് നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെങ്കിൽ ഓർത്തുകൊള്ളുക, സൗഖ്യം നമുക്ക് ലഭിച്ചതുകൊണ്ട് നാം രക്ഷിക്കപ്പെട്ടവരാകണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രക്ഷ എന്ന് പറയുന്നത് നിന്റെ സൗഖ്യം നീ കണ്ടുകൊണ്ട് വിശ്വാസത്താൽ ലഭിച്ച സൗഖ്യത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്മതിക്കുവാൻ വേണ്ടി അവൻ്റെ പാദപീഠത്തിൽ നീ കടന്നു വരുമ്പോഴാണ്, ആരാധനയിലാണ് വിടുതൽ ഉണ്ടാകുന്നത്. നിന്റെ സൗഖ്യത്തിലല്ല വിടുതൽ, ആരാധനയിലാണ് നിനക്ക് രക്ഷയുണ്ടാകുന്നത്. കർത്താവാണ് ശമര്യക്കാരനോട് പറയുന്നത്, മറ്റാരെയും കാണുന്നില്ലല്ലോ, ഇവൻ ഒരുവൻ മാത്രം. മറ്റവർ എവിടെ പോയി? അവർ സൗഖ്യവും കൊണ്ട് സ്ഥലം വിട്ടു, അംഗീകാരം കൊണ്ട് അവർ സ്ഥലം വിട്ടു, അവരുടെ മഹത്വം കൊണ്ട് അവർ സ്ഥലം വിട്ടു. അവർക്കിനിയും രക്ഷകനെ ആവശ്യമില്ല. അവർ പോകുന്നിടത്തൊക്കെ ഒരു പക്ഷെങ്കിൽ ദൈവം കർത്താവ് അവർക്ക് സൗഖ്യം കൊടുത്തു എന്നൊക്കെ പ്രസംഗിച്ചേക്കാം. പല കൺവെൻഷനുകളും പരസ്യയോഗങ്ങളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവർ സാക്ഷ്യം പറഞ്ഞേക്കാം. പക്ഷെങ്കിൽ അതിൽ ദൈവം പ്രസാദിക്കുന്നില്ല. നീ തിരിച്ചു വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ രക്ഷയെ നീ വിശ്വാസത്താൽ നീ പ്രാപിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിന്റെ ജീവിതത്തിൽ സൗഖ്യവും വിടുതലും രക്ഷയും കൊണ്ടുവരുന്നത്. നിന്റെ ആത്മരക്ഷയ്ക്ക്, നിന്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് കാരണമാകുന്നത് നിന്റെ രോഗസൗഖ്യമല്ല, നിന്റെ ആരാധനയുടെ സൗഖ്യമാണ്, ആരാധനയിലുള്ള വിടുതലാണ്. ആരാധനയാണ് പ്രധാനം. ദൈവത്തോട് നന്ദി പറയുന്നതാണ് നിന്റെ വിടുതലിന് ആധാരമായിരിക്കുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, സൗഖ്യം നമുക്ക് അത്ഭുത രോഗശാന്തി പലയിടങ്ങളിലും കിട്ടും. ട്രീറ്റ്മെൻറ്റ് കിട്ടും, പ്രാർത്ഥനയാൽ ലഭിക്കും, മറ്റൊരുവൻ പ്രാർത്ഥിച്ച് കിട്ടും, നമ്മൾ തന്നെ പ്രാർത്ഥിച്ചാൽ ലഭിക്കും, കർത്താവിൻ്റെ വാക്കനുസരിച്ചാൽ ഉടനെ നമുക്ക് സൗഖ്യം വന്നിരിക്കാം. പക്ഷെങ്കിൽ ഇതൊന്നും നമ്മുടെ ആത്മരക്ഷയ്ക്ക് ഉതകുന്നതല്ല, നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുന്നില്ല. എന്നാൽ ദൈവം തന്ന വിടുതലിനെ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ മടങ്ങി വന്ന് കർത്താവിൻ്റെ പാദം ചുംബിക്കുവാൻ നിനക്ക് മനസ്സ് വരുന്നുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തെ താഴ്ത്തി അന്യജാതിക്കാരനായ നിനക്ക്, അർഹതയൊന്നുമില്ലായിരുന്ന നിനക്ക്, മനുഷ്യരാൽ തള്ളപ്പെട്ട് അവഗണിക്കപ്പെട്ട് ഭാരപ്പെട്ട് വഴിയരികിൽ കടത്തിണ്ണയിൽ കിടന്നുറങ്ങി ഭിക്ഷയാചിച്ചുകൊണ്ട് മനുഷ്യരുടെ ഔദാര്യം കൊണ്ട് നീ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ചിരുന്നവനായ നിനക്ക്, മറ്റുള്ളവർ കുടിക്കുന്ന വെള്ളത്തിൽ നിനക്ക് അവകാശമില്ലാതെ, മറ്റുള്ളവർ ഭക്ഷിക്കുന്ന പാത്രത്തിൽ നിനക്ക് നോക്കുവാൻ പോലും അധികാരമില്ലാതെ, സമൂഹത്തിൽ നിനക്ക് ഒത്തുചേരുവാൻ കഴിയാത്തവനായി തിരസ്കരിക്കപ്പെട്ട ജീവിതം ചെയ്യുകയിൽ യേശു നിന്നെ തേടി വന്ന് നിന്റെ വാക്ക് കേട്ടുകൊണ്ട് നിന്നോട് പറഞ്ഞു, നീ വിശ്വാസത്താൽ സൗഖ്യം പ്രാപിക്കുക, പോയിക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ ആ സൗഖ്യം, ആ വാക്ക് നിന്നിൽ സൗഖ്യം കണ്ടത് നിന്റെ ശരീരത്തിൽ വന്ന വിടുതലിനെ നീ തിരിച്ചറിഞ്ഞവനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആ തിരിച്ചറിവ്, ആ സൗഖ്യത്തോടുകൂടെ നിനക്ക് രക്ഷ വരുന്നു. ദൈവം സൗഖ്യം തരുമ്പോൾ, ദൈവം നമ്മെ സന്ദർശിക്കുമ്പോൾ 2 ആത്മാക്കൾ നമ്മളിൽ ഉളവാകും. ദൈവത്തിന് മഹത്വമുണ്ടാകും. 1 വിടുതലിൻ്റെ ആത്മാവ്, രക്ഷയുടെ ആത്മാവ്. 2 താൽക്കാലികതയുടെ ആത്മാവ്. താൽക്കാലികതയുടെ ആത്മാവ് വളരെയധികം പ്രസംഗിക്കും, വളരെയധികം സംസാരിക്കും, വാചാലതയുണ്ടാകും. കാരണം നിന്നെ തിരിച്ച് നിന്റെ സമൂഹത്തിൽ അംഗീകരിച്ചു. ആ അംഗീകാരത്തിൽ നീ സകലതും മറന്നുപോകും. ഒരു കാലത്ത് നിന്റെ അവസ്ഥയെക്കുറിച്ച് നീ മറക്കും. പുരോഹിതൻ തന്ന സർട്ടിഫിക്കറ്റ്, ആ ഗേറ്റ് പാസ് നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ സാധിച്ചെന്ന് നീ മനസ്സിലായി. പക്ഷെങ്കിൽ ആ ഗേറ്റ് പാസ് കൊണ്ട് സ്വർഗത്തിലേക്കുള്ള ഗേറ്റ് പാസ് ആകുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ മടങ്ങി വന്ന് ആരാധനയുടെ മാധുര്യത്തെ തിരിച്ചറിയുമെങ്കിൽ ദൈവം നിനക്ക് തന്ന സൗഖ്യം നിന്നിൽ സാധുമായി തീരും. അത് സാധ്യമാകും.
ഗോഡ് ബ്ലെസ് യു.